ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അരിയും ഉഴുന്നും കുതിർത്ത് വെക്കാതെ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ തന്നെയാണ് ഈ ഇഡ്ഡലിയിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം ഇനി നമുക്കിത് റെഡിയാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 4 കപ്പ് ഇഡ്ഡലി റൈസാണ്. ഇതിന് ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ വീട്ടിൽ സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ് കളറിലുള്ള ഏത് റൈസും ഉപയോഗിക്കാം. ഇനി പച്ചരി വേണമെങ്കിലും എടുക്കാം. 4 കപ്പ് റൈസിലേക്ക് 1 കപ്പ് ഉഴുന്നേ നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് 1.25 കപ്പ് ഉഴുന്ന് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഉഴുന്നും റൈസും നന്നായി കഴുകിയെടുക്കണം. ഇത് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉഴുന്നിൽ നിന്ന് പകുതി ഭാഗം ചേർത്ത് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കണം. ഉഴുന്നൊന്ന് ചെറുതായി പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ബാക്കി വെച്ചിരുന്ന ഉഴുന്നും ഇതിലേക്ക് ചേർത്തു. നിങ്ങളുടെ മിക്സിയുടെ അളവിനനുസരിച്ച് 1-2 ബാച്ചുകളായിട്ട് നിങ്ങൾക്കും അരച്ചെടുക്കാം. ഇപ്പം ഞാൻ എടുത്തു വച്ചിരുന്ന മുഴുവൻ ഉഴുന്നും ചെറുതായി ഒന്ന് അരച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്ന് നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരിയും അരച്ചെടുക്കാം. അരിയും നമ്മൾ കുതിർത്തെടുത്തതല്ല. അരി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഇപ്പം അരി അരച്ചെടുത്തു. നമ്മൾ അരി കുതിർത്തെടുക്കാതെ അരച്ചെടുക്കുമ്പോൾ ഇതിൽ ചെറിയ തരികളൊക്കെ ബാലൻസ് ഉണ്ടാവും. അത് ഇഡ്ഡലി സോഫ്റ്റ് ആവാൻ നല്ലതാണ്. ഇനി നമുക്കിത് ഉഴുന്നരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള അരികളെല്ലാം അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിയിൽ നിന്ന് 1/4 ഭാഗം അരി ഞാനിവിടെ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അവിലിന് പകരം നിങ്ങൾക്ക് ചോറും ചേർക്കാം. ബാലൻസ് ഉള്ള റൈസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് അവിൽ കഴുകിയെടുത്തതിന് ശേഷം ചേർത്തു. ഇത് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം അരിയും അവിലും അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസുകളെല്ലാം അരച്ചെടുത്തു. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് തവി വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ 15 മിനിറ്റെങ്കിലും നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതൊരു ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഉപയോഗിച്ച് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാവ് നന്നായി പതഞ്ഞ് കിട്ടും. തണുപ്പ് സീസണിൽ മാവ് പെട്ടെന്ന് പൊന്തി വരാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതിവിടെ റെഡിയായി. ഇനി ഇത് മിനിമം 8 മണിക്കൂറെങ്കിലും നമുക്ക് അടച്ചു വെക്കണം. 12 മണിക്കൂറിന് ശേഷം ഞാൻ മാവ് നോക്കിയപ്പോൾ ഇത് നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. 1.5 കപ്പ് വെള്ളം ഞാനൊരു കുക്കറിലേക്ക് ചേർത്തു. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഓയിൽ പുരട്ടിയെടുത്തു. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളവും ഇവിടെ തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. 10 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ തുറന്നു. ഇപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇഡ്ഡലി നമ്മൾ എടുത്തു മാറ്റുമ്പോൾ നനവുള്ള സ്പൂൺ ഉപയോഗിച്ച് വേണം ഇഡ്ഡലിയുടെ തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്തു മാറ്റാൻ. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡിയായി.
അരി കുതിർത്തിയൊന്നും നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല. അരി കുതിർത്തിയെടുക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.